പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. സാവൂളിനോടുള്ള പ്രവചന ദൂതാണിത്. തൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റാനാവും എന്ന് ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായി മാറാൻ ദൈവം നിയോഗം കൊടുക്കുന്ന സാവൂൾ സന്ദേഹിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിപ്പെടുത്തുന്ന വചനങ്ങളിൽ ഒന്നാണിത്. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ആ വ്യക്തി മറ്റൊരു മനുഷ്യനായി മാറും. ആ വ്യക്തിയെ വളരാനും ഉയരാനും ആവാതെ ജീവിതം അതിരുഭേദിച്ച് വിസ്തൃതമാവാനാവാതെ കെട്ടിയിടുന്ന സകല ബന്ധനങ്ങളിലേക്കും കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ ആവസിക്കും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ജീവിത പരാജയങ്ങളിൽ മനസ്സ് നൊന്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ചിറക് വിരിച്ച് ചക്രവാളങ്ങളിലേക്ക് പറന്നുയരാനാവാതെ ചിറക് മുറിക്കപ്പെട്ട ജീവിതമാണോ നിങ്ങളുടേത്? കഴുകനെപ്പോലെ കുതിച്ചുയരാൻ പരാജയങ്ങളുടെ ചാമ്പലുകളിൽ നിന്ന്, ചാരക്കൂനയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മനുഷ്യന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളെ സഹായിക്കാൻ, ജീവിതം കൈപിടിച്ചുയർത്താൻ കഴുകനെപ്പോലെ നിങ്ങൾ ചിറകടിച്ചുയരാൻ, നടന്നാലും ക്ഷീണിക്കാതെ, ഓടിയാലും തളരാതെ ജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേൽ ആവസിക്കും. ഈ ആത്മസാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ നമുക്ക് ആത്മാവിന് വേണ്ടി, ആത്മാവിൻ്റെ ഈ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ 2-ാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.